ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമുക്ക് ഈസി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു സമൂസ കണ്ടു നോക്കിയാലോ. എപ്പോഴും കാണുന്ന പോലത്തെ രീതിയിലുള്ള സമൂസയല്ല, തീർച്ചയായും നല്ല വ്യത്യാസമുണ്ട്. ഇത് ഉണ്ടാക്കാനായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. നല്ല ക്രിസ്പിയാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് കണ്ടു നോക്കാം. അധികം ചേരുവകളൊന്നുമില്ല. വീട്ടിലുള്ള എപ്പോഴും കാണുന്ന 2-3 ചേരുവ മാത്രം മതി ഇത് റെഡിയാക്കാനായിട്ട്. എന്നാൽ ശരി, വേഗം വീഡിയോ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കഷ്ണം ചിക്കൻ ബ്രസ്റ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് എന്തെങ്കിലും ഒരു മസാല, ചിക്കൻ മസാല, മീറ്റ് മസാല ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് കയ്യിലില്ലെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് മുളക് പൊടി ചേർത്താലും മതി കേട്ടോ. ഇനി നമുക്ക് ഒരു പച്ചമുളക്, 2 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഇതെല്ലാം ഒന്ന് കുത്തിയെടുത്തതാണ് ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സവാളയുടെ പകുതി, അതായത് ഇതേപോലെ നീളത്തിലൊന്ന് തിന്നായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. എളുപ്പത്തിലുള്ള മസാലയാണ് ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അങ്ങനെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വെക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു പാൻ വെച്ച് ചൂടാകുമ്പോഴത്തേക്കും ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ചിക്കന് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ബ്രസ്റ്റ് അതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിലാണ് ഫില്ലിങ് റെഡി ആയിട്ടുള്ളത്. പാനെടുക്കുക, അതിലോട്ട് 1 ടീസ്പൂൺ മാത്രം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അജ്വൈൻ, അതായത് അയമോദകം എന്നറിയുന്നില്ല, കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണിനും താഴെ, അത്രയും മതി കേട്ടോ. ഇതൊന്ന് പൊട്ടി വരണം. ഇതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പെല്ലായിടത്ത് ആയിട്ട് ഒന്ന് മെൽറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ചൂടായി തുടങ്ങുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ബബിൾസ് വരുമ്പോൾ ഇതിലോട്ട് 1 കപ്പ് മൈദപ്പൊടിയോ ആട്ടപ്പൊടിയോ ചേർക്കുക. ഞാൻ ഇപ്പോൾ ഇതിലോട്ട് മൈദയാണ് ചേർത്തിട്ടുള്ളത്. എത്രയാണോ വെള്ളം എടുത്തിട്ടുള്ളത് അത്ര തന്നെ പൊടി എടുത്താൽ മതി. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒന്ന് ഉറക്കുന്നത് വരെ ഇങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അങ്ങനെ നല്ലോണം പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവാകുമ്പോൾ നമുക്കിതിനെ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറട്ടെ. അപ്പോഴത്തേക്കും ഒരു പാത്രം എടുത്തിട്ട് ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് ചതച്ച മുളക് അത് ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഇടാനായിട്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ബാറ്റർ പോലെ ആക്കിയെടുക്കാം. അധികം കട്ടിയോ അധികം ലൂസോ അല്ലാത്തൊരു ബാറ്ററായിട്ട് കലക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലോ കറിവേപ്പിലോ ചേർക്കാം. ഞാൻ ഇപ്പോൾ അതൊന്നും ചേർക്കുന്നത് വളരെ സിമ്പിളായിട്ടാണ് തയ്യാറാക്കുന്നത്. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവെന്ന് വെച്ചാൽ നിങ്ങളുടെ പൊടിക്കനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഓരോ പൊടിക്കും വ്യത്യാസം വരും. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ റെസിപ്പിയൊക്കെ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ലൈക്ക് തരാനൊന്നും മറക്കരുത്. അങ്ങനെ ഇപ്പോൾ ഇത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഓരോക്ക് വന്നിട്ട് ഒന്നും കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം കൈ വെച്ചിട്ട്. എന്നിട്ട് നമുക്ക് എത്രയാണോ എടുക്കാൻ പറ്റുന്നത് അത്രയും എടുത്തിട്ട് ടോപ്പിൽ അല്പം പൊടി ഇട്ടിട്ട് ഇത് വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ തിന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇതിൽ ഷേപ്പൊന്നും വേണമെന്നില്ല. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ എത്ര എണ്ണം കിട്ടുന്നോ അത്രയും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ബാക്കിയുള്ളതെല്ലാം കൂടി ഇങ്ങനെ ഒന്ന് അടർത്തി എടുത്താൽ മാത്രം മതി. നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അതൊന്ന് കുറച്ച് മിഡിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇതേപോലെ ഒരു കോൺ ഷേപ്പ്, സമൂസയുടെ ഷേപ്പില്ലേ, ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം. ഇങ്ങനെ ആക്കണം നിർബന്ധമില്ല. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നല്ല സമൂസയുടെ ഷേപ്പിൽ തന്നെ കിട്ടും. ഇതേപോലെ ആക്കി ഫുള്ളായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. മനസ്സിലായാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടി കാണിച്ചു തരാം. ഇങ്ങനെ ഒരെണ്ണം എടുക്കുക. എന്നിട്ട് മിഡിലായിട്ട് നമുക്ക് മസാല വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ 2 അറ്റം ആദ്യം ഇതിൽ കാണുന്നത് പോലെ ഇങ്ങനെ
ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ള അറ്റങ്ങളും കൂടി ഇതേപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് സമൂസയുടെ ഷേപ്പിൽ കിട്ടും. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ ചെയ്തെടുത്ത് വരാം. ഇപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ശരിക്കും സമൂസ പോലെ തന്നെ ആയി കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഓയിൽ ചൂടാക്കാൻ വെക്കാം. അതിനുശേഷം അപ്പോഴത്തേക്കും ഓയിൽ ചൂടാവുന്നുണ്ട്. നേരത്തെ കലക്കി വെച്ചിട്ടുള്ള മൈദക്കൂട്ടുണ്ടല്ലോ, അതിലോട്ട് ഓരോന്നും എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. വളരെ സമൂസയേക്കാളും വളരെ എളുപ്പത്തിൽ റെഡിയാക്കാം. ടേസ്റ്റ് നല്ല വ്യത്യാസമാണ് ഇതിന്. തീർച്ചയായും നിങ്ങൾ ഇതെന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ മുക്കിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് എന്താ പറയുക, അതിൻ്റെ മാവൊക്കെ കളഞ്ഞതിന് ശേഷം ഓയിലിലോട്ട് ഇട്ട് കൊടുക്കാം. ഓരോന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. തീയൊന്നും കുറച്ച് കൊടുക്കണ്ട, മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. കാരണം മൈദ ഓൾറെഡി നമുക്ക് കുറുക്കിയെടുത്തതാണല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് വെന്ത് കിട്ടും. ഇങ്ങനെ ഡബിൾ എന്താ പറയുക, മൈദ ബാറ്ററിൽ മുക്കുന്നത് നല്ല ക്രിസ്പായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ അകവശം നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും. ഇനി ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ക്രിസ്പിയും നല്ല ടേസ്റ്റാണ്. തീർച്ചയായും നിങ്ങൾ എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇതാ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ എളുപ്പത്തിലും വെറൈറ്റി ആയിട്ടുള്ള സമൂസ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടല്ലോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ ഈസി റെസിപ്പികൾ ഒത്തിരി എൻ്റെ ചാനലിലുണ്ട്, അതൊക്കെ കാണാനും മടിക്കരുത്.